ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാറിന് ജാമ്യം. ഉപാധികളോടെയാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. അറസ്റ്റിലായി 50 ദിവസമാകുന്നതിന് മുൻപാണ് ജാമ്യം ലഭിച്ചത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ED ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടന്നു. മുരാരി ബാബു ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് നൽകി. ഫെബ്രുവരി ആദ്യവാരം ഹാജരാകാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അരുൺ രാജ് വിവരങ്ങളുമായുണ്ട്. അരുൺ, വീണ്ടും ഒരാൾ കൂടി ജാമ്യം ലഭിച്ച് പുറത്തേക്ക് പോകുന്നു. SIT ഈ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടുത്ത നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നു. എന്താണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയ വിവരങ്ങൾ, കോടതി നടപടികൾ? ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SITയെ സംബന്ധിച്ച വലിയ തിരിച്ചടിയാണ് ഓരോ ദിവസവും കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രതികൾക്ക് കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ട് നേരത്തെ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് ഒരു കേസിൽ ജാമ്യം ലഭിക്കുന്ന സാഹചര്യം കണ്ടതാണ്. പിന്നീട് 2 കേസിലും സ്വാഭാവിക ജാമ്യത്തിന് അർഹനായി മുരാരി ബാബുവും പുറത്തേക്ക് പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഇതിന് പിന്നാലെയാണ് ഈ കസ്റ്റഡിയിലായി 50 ദിവസം പൂർത്തിയാകുമ്പോൾ ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ എസ് ശ്രീകുമാറിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു. അദ്ദേഹവും ജയിലിന് പുറത്തേക്ക് പോകും. ദ്വാരപാലക ശില്പക്കേസിൽ മാത്രമാണ് അദ്ദേഹത്തെ പ്രതി പട്ടികയിൽ ചേർത്തിട്ടുള്ളത്. ഈ പ്രതികൾക്കെതിരെ കൃത്യമായ തെളിവ് നൽകാൻ SITക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രതിഭാഗത്തെ അഭിഭാഷകർ കൃത്യമായി തന്നെ കോടതിയെ അറിയിക്കുന്നത്. കാരണം ഇത്രയും ദിവസമായിട്ടും പ്രതികൾക്കെതിരെ കൃത്യമായ ഒരു ചാർജ് ഷീറ്റ് പോലും നൽകാൻ ഈ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ പ്രതികൾക്കെതിരെ എന്തൊക്കെ തെളിവുകൾ കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ പോലും കൃത്യമായ ഉത്തരം SITക്ക് കോടതിക്ക് മുമ്പാകെ പോലും നൽകാൻ കഴിയുന്നില്ല. ഇതോടെയാണ് പ്രതികൾക്ക് ജാമ്യം നൽകുന്ന സാഹചര്യമടക്കം ഇപ്പോൾ ഉണ്ടാകുന്നത്. മറ്റൊന്ന്, ഈ കേസിലേക്കുള്ള EDയുടെ കടന്നുവരവാണ്. ഈ കേസിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിലവിൽ SIT പ്രതിപട്ടികയിൽ ചേർത്തിട്ടുള്ള തന്ത്രി ഒഴികെയുള്ള ബാക്കി പ്രതികളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് ED ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. മുരാരി ബാബുവിന് അടുത്ത ആഴ്ച ഫെബ്രുവരി ആദ്യ ആഴ്ച തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ED സംഘം നോട്ടീസ് നൽകിയേക്കും. ഇതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്കും കൂടി ED ഇപ്പോൾ കടന്നിരിക്കുകയാണ്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITയെ കൂടാതെ ED കൂടി ശക്തമായ അന്വേഷണത്തിലേക്ക് എത്തുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.